ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് എടുത്തു നേർന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്പാർക്ക് പ്ലഗിനകത്തേക്ക് പവർ സപ്ലൈ കറക്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഒരു ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആണ് അതിൻ്റെ. അപ്പോൾ ബാറ്ററി വെച്ച് കഴിഞ്ഞപ്പോൾ വർക്കിംഗ് ആയി, ഫങ്ഷൻസൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ മോഡൽ വണ്ടി ഇത് DC ടൈപ്പാണ്. ഗ്രീഷൻ CD വരാം. DC ടൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഡയറക്റ്റ് കറണ്ടാണ് അതിന് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് ബാറ്ററി ഇല്ല ഓൾറെഡി. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ ബൈ ചാൻസ് നമുക്ക് വേറെ കംപ്ലയിൻ്റ് ഇല്ലാതെ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ വീണ്ടും അതേപോലെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ CDA എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് യൂണിറ്റ് ഉണ്ട്. ഏകദേശം ഒരു ഫുൾ എഞ്ചിൻ വണ്ടി കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റാണ്. സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാ ഫങ്ഷൻസും കറക്റ്റ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് CDA എന്ന് പറഞ്ഞിട്ട്. ഏകദേശം ഒരു 2000 രൂപ 2100 രൂപ അടുത്ത് നമുക്ക് അതിന് കോസ്റ്റ് തന്നെയാണ്. അത് ശരിക്കും സപ്പോർട്ട് ചെയ്യണത് ബാറ്ററിയുടെ ഡയറക്റ്റ് കറണ്ട് സപ്പോർട്ടിൽ വേണം ഇത് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം നമുക്ക് നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആയതുകൊണ്ട് താൽക്കാലികമായിട്ട് റെക്ടിഫയർ എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് കണക്ട് ചെയ്തേക്കാണ്. അത് ഡൈനാമോ എന്ന് പറഞ്ഞ AC കറണ്ടിനെ DC ആക്കിയിട്ട് ലൈനിലേക്ക് കയറ്റും. അപ്പോൾ അതും പ്രകാരം നമുക്ക് ഹോൺ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യും. ഈ രീതിയിൽ ഫങ്ഷൻസ് കറക്റ്റ് ആവും. അത് 100% ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ശരിക്കും. അത് ബാറ്ററി സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തൽക്കാലമൊക്കെ ഓടിക്കാമെന്ന് മാത്രം കേട്ടോ. ഇത് ബാറ്ററി വേണ്ടത് അത്യാവശ്യമാണ്. ബാറ്ററി ഉപയോഗിച്ചാണ് ശരിക്കും നമ്മൾ വണ്ടി യൂസ് ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ ഡയറക്റ്റ് കറണ്ടാണ് നമുക്ക് അതിൻ്റെ CDAക്കൊക്കെ വേണ്ടത് കേട്ടോ. ഒരു പ്രാവശ്യം ആ CD യൂണിറ്റ് പോയി കഴിഞ്ഞാൽ ബാറ്ററിയേക്കാളും കൂടുതൽ എമൗണ്ടാണ് ആ CD യൂണിറ്റിന് വരാം. അപ്പോൾ ഇപ്പോഴത്തെ കേസിൽ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ CDA ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇൻഫോം ചെയ്തു എന്ന് മാത്രം. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് അതിൻ്റെ ചെയിനൊക്കെ ചെറിയൊരു അടി പോലെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ ചെറിയൊരു ഓവർലാപ്പിങ് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ഒരു പാളിച്ച കാണുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ടയർ തീർന്ന് നടക്കുകയാണ്. അത് സാധാരണ കമ്പനി വന്ന മോഡൽ ടയർ യൂസ് ചെയ്യണതായിരിക്കും നല്ലത്. MRFൻ്റെ ഏതെങ്കിലും സാപ്പർ എന്ന് പറയുന്ന മോഡൽ MRFൻ്റെ തന്നെ യൂസ് ചെയ്യണതാണ് കുറേ കൂടി ബെറ്റർ കേട്ടോ. സാപ്പർ മോഡൽ മേടിച്ചിടാം വണ്ടി വരുമ്പോൾ ഉള്ള ടൈപ്പ് ഫ്രണ്ടും ബാക്കും. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഈ ബാക്കിലൊക്കെ യൂസ് ചെയ്ത മോഡലൊന്നും ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ആ മോഡൽ കട്ട ഒരുപാട് ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്കത് ഉപയോഗിക്കാൻ കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവില്ല. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ബിൽ എമൗണ്ടും ഡീറ്റെയിൽസും വാട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ.